ജിൻഡോ ജിൻഡോ ദാ ഇവിടെ ADGP ഓക്കെ ADGP അജിത് കുമാർ ഇവിടെ ആ ക്ലിഫ് ഹൗസിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നു. DGPയുമായി ചർച്ചയാണ്. ഒരുപക്ഷെ ADGP അജിത് കുമാറിനെതിരെ നടപടി ഇന്ന് ഉണ്ടായേക്കാം എന്ന് കരുതുകയാണ്. ADGP അജിത് കുമാർ നടപടി ഉണ്ടായാലും അത് CPM ഉണ്ടാക്കുന്ന ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഡാമേജ് അൺഡു ചെയ്യുമോ ജിൻഡോ? ഇല്ലല്ലോ ഹാഷ്മി, അങ്ങനെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റുക? ഇവിടെ 2023 മെയ് മാസത്തിൽ ADGP MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളയെ കണ്ടു. അതിനുശേഷം ഡിസംബർ മാസത്തിൽ രാമാധവനെ കണ്ടു. ഇതെല്ലാം തുടർച്ചയായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു RSS നേതാവിനെ യാദൃശികമായിട്ട് കൂട്ടുകാരൻ വിളിച്ചപ്പോൾ പോയി കണ്ടതല്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം മാറ്റിയിട്ട് കൃത്യമായിട്ട് ചെന്ന് കാണുകയാണ്. അതിനുശേഷം രാമാധവൻ എന്ന് പറഞ്ഞ RSSന്റെ നേതാവിനെ കാണുന്നു. ഇതിങ്ങനെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. തൃശ്ശൂർ പൂരം കലക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ, സുരേഷ് ഗോപിയുടെ ജയം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഹസ്കർ പറഞ്ഞൊരു വാദമുണ്ട്, മുഖ്യമന്ത്രിക്ക് ജാഗ്രത കുറവ് പറ്റിയെന്ന്. ഇത്രയും നാളും നാട്ടുകാരുടെ മുഴുവൻ ജാഗ്രതക്കുറവിനെ കുറിച്ച് പറയുന്ന ആളായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇന്ന് ഹസ്കറിനെ പോലുള്ള ഇടത് സഹയാത്രികർ മുഖ്യമന്ത്രിക്ക് ജാഗ്രത കുറവ് പറ്റിയെന്ന് പറയാം. എന്തിലൊക്കെയാ? ഈ പറഞ്ഞ കൊള്ളയടിച്ചാലും അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്താലും അല്ലെങ്കിൽ RSSന്റെ ശാഖയിൽ കൊണ്ട് CPMനെ കെട്ടുകയും കേരള പോലീസിന് കാക്കി പാൻറ് മാറ്റി RSSന്റെ കാക്കി നിക്കറിടിക്കുന്ന പരിപാടിക്കൊക്കെ ജാഗ്രത കുറവെന്നാണ് ഹസ്കറെ പറയാ. അതിനൊക്കെ ശുദ്ധ പോക്രിത്തരമെന്ന് പറയാം. ഇന്നിപ്പോൾ 1 വർഷത്തിന് ശേഷം ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ അടിയന്തര യോഗം ക്ലിഫ് ഹൗസിൽ കൂടുന്നു. ADGPയെ മാറ്റി നിർത്താതിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് സമാനമായ ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. അന്നേരം നിങ്ങൾ എന്ത് നിലപാടെടുത്ത്? ഈ ADGPയെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടല്ലേ CPMന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എടുത്തത്? ഇവിടെ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത് ADGP പോയി RSS നേതാവിനെ കണ്ടാൽ അതിലെന്താ എന്ന്. ഇപ്പോൾ അല്പം മുമ്പ് നമ്മോട് സംസാരിച്ച JR എന്താണ് അതിലെന്താണെന്നാണ് JR പത്മകുമാറും പറയുന്നത്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള LDF കൺവീനർ ആയിട്ടുള്ള EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതിന്റെ പേരിലാണ് അത്രേ അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ MR അജിത് കുമാർ RSSന്റെ നേതാവിനെ കണ്ടത് ഒരു തെറ്റല്ലേ? CPMന്റെ നേതാവ് മാത്രമായിട്ടുള്ള LDFന്റെ നേതാവ് മാത്രമായിട്ടുള്ള EP അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പോൾ ഇവിടെ പ്രകാശ് ജാവദേക്കറെ കണ്ട EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തു നിന്ന് CPM മാറ്റിയല്ലോ, മാറ്റിയില്ലേ? അപ്പൊ ADGP MR അജിത് കുമാറിന്റെ കാര്യത്തിലേക്ക് വരുന്നുണ്ടാകും. ആ മട്ടിൽ അതൊരു തീരുമാനമല്ലേ? പാർട്ടി രാഷ്ട്രീയ തീരുമാനം എടുത്തില്ലേ അവിടെ? MV ഗോവിന്ദനെ പരിഹസിക്കുമ്പോൾ അങ്ങനെ ഒരു സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ. എന്തിനാ മാറ്റിയത്? EP ജയരാജനെ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തന്നെയാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നില്ലേ? ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ്. പ്രകാശ് ജാവദേക്കർ കണ്ടത് RSS നേതാവിനെ, BJP നേതാവിനെ കണ്ടത് ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്ന് CPMന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ EP ജയരാജന്റെ LDF കൺവീനർ സ്ഥാനം എടുത്തു മാറ്റിയത്. അപ്പോഴും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് തുടരുന്നു എന്നുള്ളത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ മോശപ്പെട്ട ഒരു കാര്യമാണ് ചെയ്തതെങ്കിൽ പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ADGP MR അജിത് കുമാർ എന്തിനാണ് വേഷം മാറിപ്പോയി ഈ RSS നേതാവിനെ കണ്ടത്? അതിന് ഉത്തരം പറയണ്ടേ? അത് അറിഞ്ഞിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി 1 വർഷക്കാലം അത് ഒളിച്ചു വെച്ചു. RSSകാർ അത് മറച്ചു വെച്ചു. അതിന് JR പത്മകുമാർ പറഞ്ഞ വാദം എന്താ? പ്രച്ഛന്ന വേഷധാരിയായിട്ടല്ലോ പോയതെന്ന്. അദ്ദേഹം പർദ്ദയിട്ടല്ല പോയെ, അത് ശരിയാണ്. പക്ഷേ അദ്ദേഹം പോയത് കാവി പുതച്ചാണ്. അങ്ങനെ കാവി പുതച്ച് MR അജിത് കുമാറിന് പോവേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി MR അജിത് കുമാറിനെ ഏൽപ്പിച്ചതിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്ത് സ്വകാര്യതയാണ്? എന്താണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വം കൊടുക്കുന്ന MR അജിത് കുമാർ? കാരണം DGPയെ നമുക്ക് ആർക്കും അറിയില്ല, അദ്ദേഹത്തിന്റെ പേര് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ADGP ആയിട്ടുള്ള MR അജിത് കുമാറിന് RSS നേതാവുമായിട്ട് എന്ത് സ്വകാര്യമാണ് പറയാനുള്ളത്? ആ സ്വകാര്യത്തിന്റെ പേര് പൂരം കരക്കാണോ? ആ സ്വകാര്യത്തിന്റെ പേര് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നാണ്. അദ്ദേഹം അന്ന് ചുമതലയേറ്റപ്പോൾ കേരളം മൊത്തം കണ്ടതാണ്.